السلام عليكم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ പ്രവർത്തകരും സംഘാടകരുമായ സുഹൃത്തുക്കളെ, മറ്റ് അതിഥികളെ, അവിചാരിതമായി മുൻകൂട്ടി തീരുമാനിക്കാതെ 2 ദിവസം മുമ്പാണ് ഞാൻ ഒമാനിലൂടെ വരാമെന്ന് ഇവിടുത്തെ പ്രവർത്തകരെ അറിയിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വർക്കിംഗ് ഡേ ആയിട്ടും അറേഞ്ച് ചെയ്യുകയും ഇത്രയധികം ആളുകൾ പങ്കെടുക്കുകയും ചെയ്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. UAE നടക്കുന്ന ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ KNM അവിടുത്തെ ഇസ്ലാഹി സെൻ്ററിൻ്റെ ഒരു ബഹുജന സംഗമത്തിൽ പങ്കെടുക്കാനും ചില പുസ്തക പ്രകാശനങ്ങളിൽ പങ്കെടുക്കാനും വേണ്ടിയാണ് വന്നത്. തിരിച്ചു പോകുമ്പോൾ ഒരു ദിവസമെങ്കിലും ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 യൂണിവേഴ്സിറ്റികൾ സന്ദർശിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. അതിലൊന്ന് ഇന്ന് സന്ദർശിച്ചു, നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി. 16,000-ഓളം വിദ്യാർത്ഥിനികൾ വിവിധ ക്യാമ്പസുകൾ പഠിക്കുന്ന വലിയൊരു സ്ഥാപനം. നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിൽ സന്ദർശനമുണ്ട്. അത് കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് പോയി നാട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ 8-ാം തീയതി കോഴിക്കോട്ട് നടന്ന KNM സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ഈ ഇസ്ലാഹി സെൻ്ററിൻ്റെ പ്രസിഡൻറ്റും KNM സംസ്ഥാന വൈസ് ചെയർമാനുമായ ബഹുമാന്യനായ മുഹമ്മദ് അഷ്റഫ് സാഹിബ് ഷാഹി, അദ്ദേഹത്തോട് ഞാൻ ഇതുവഴി വരാം, നമുക്ക് ഗൾഫാർ മുഹമ്മദ് അലി സാഹിബിനെ ഒന്ന് കാണാം, അദ്ദേഹം ആ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി നിയമിതനായതുകൊണ്ട് KNMൻ്റെയും ഇസ്ലാഹി സെൻ്ററിനെയും ഒക്കെ ആദരം നൽകാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും അത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്. അൽഹംദുലില്ലാ, നമ്മളിവിടെ ഈ ഇസ്ലാഹി സെൻ്റർ എന്ന പേരിൽ പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് നമ്മുടെ ആദർശവും വിശ്വാസവും സംരക്ഷിച്ചു നിർത്തുവാനും ഇസ്ലാമികമായ കാര്യങ്ങൾ കൂടുതൽ പഠിച്ചു മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. 1980-കളിൽ തുടക്കം മുതൽ തന്നെ ഇസ്ലാഹി സെൻ്ററുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായി UAE-യിലും ഖത്തറിലും, 1982-ൽ സൗദി അറേബ്യയിലും ആദ്യത്തെ സെൻ്ററുകൾ ആരംഭിച്ചു. അവിടെ 40-ഉം 42-ഉം വാർഷികങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ 1980-കളുടെ അവസാനത്തിൽ മുതൽക്ക് ഒമാനിൽ വരുന്നുണ്ട്. അന്ന് മുതൽ ഇവിടെയുള്ള പല ആളുകളെയും പരിചയപ്പെടുന്നുമുണ്ട്. സലാലയിൽ ഞാൻ പോയിട്ടുണ്ട്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ചില പ്രവർത്തകർ അവർ ഇപ്പോഴും നാട്ടിലുണ്ട്. അപ്പം അങ്ങനെ ഒമാനുമായി എനിക്ക് അന്ന് ഒരു ബന്ധമുണ്ട്. ഒമാനിലെ അന്ന് പരിചയമുള്ള ഒമാനികൾ, അറബികൾ പറയും, ഇന്ത്യയുമായി ഞങ്ങളുടെ ബന്ധം വളരെ വലുതാണ്. ഞങ്ങളിൽ പ്രായമുള്ളവർ ഇപ്പോഴും റിയാൽ എന്നല്ല പറയാ, ഉറുപ്പ്യ എന്നാണ് പറയാന്ന്. അത് ഇന്ത്യൻ ഗവൺമെൻറ് അന്ന് ഇവർക്ക് വേണ്ടി ഗൾഫിലേക്ക് വേണ്ടി ഒരു ചുവന്ന നിറത്തിലുള്ള ഉറുപ്പിക അച്ചടിച്ചിരുന്ന അത്രേ. ഇവർ ജോലി തേടി വന്നിരുന്നത് ഇന്ത്യയിലേക്കായിരുന്നു. അന്ന് ഇവർക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുവന്നിരുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നായിരുന്നു. ഇന്നും ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തി എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പിതാവ് കോഴിക്കോട്ട് നിന്ന് മരങ്ങളും മറ്റ് വസ്തുക്കളുമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു. അതൊക്കെ അവർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, ഈ പ്രദേശത്തെ ആളുകളുമായി ഏറ്റവും കൂടുതൽ സൗഹൃദം പുലർത്തുന്നത് ഇവിടെയാണ്, ഒമാനിലാണ്. അത് അവർ ഒരു അഭിമാനമായി കരുതുന്നുമുണ്ട്. ഒമാൻ്റെ വളർച്ചയിൽ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ
വലിയ സേവനം ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോഴും ഒരു നന്ദിയോടുകൂടി അവർ സ്മരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒമാനിൽ ജീവിക്കുന്ന മലയാളികൾ അവർ രണ്ടാം മാതൃരാജ്യമെന്നോണം ഈ ഒമാനിനെ പരിഗണിക്കുന്നുമുണ്ട്. ശാന്തശീലരായ സൽസ്വഭാവികളായ ഒരു സമൂഹമാണ് പൊതുവെ ഇവിടെ ഉള്ളത്. ആ നന്മകൾ നമ്മുടെ ആളുകളിലേക്കും കുറേ കാലത്തെ പ്രവാസ ജീവിതം കൊണ്ട് അവരും സ്വായത്തമാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇസ്ലാഹി സെൻ്ററുകൾ സംഘടിപ്പിച്ച് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശം, നമ്മുടെ ജീവിതം അത് ശുദ്ധീകരിച്ച് നിലനിർത്തി പോകാൻ വേണ്ടിയാണ്. മതസംഘടനകൾ നമ്മുടെ നാട്ടിൽ ചിലരെങ്കിലും അതൊരു ജാതീയ സംഘടനകളായി വിചാരിക്കുന്നുണ്ട്, വേണ്ടത്ര മനസ്സിലാക്കാത്ത ആളുകൾ. ഇസ്ലാമിൽ ജാതിയില്ല, സവർണനും അവർണനുമില്ല, ഉന്നത ജാതിയും താഴ്ന്ന ജാതിയുമില്ല. എല്ലാവരും മുസ്ലിങ്ങളാണ്. എല്ലാവർക്കും ഒരേ ഖുർആനും ഒരേ ഹദീസും ഒരേ റസൂലും ഒരേ ഖിബ്ലയും ഒക്കെയാണ്. ഒരേ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നവരാണ്. പിന്നെ ചില വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അത് സ്വീകരിക്കുന്നതിലുള്ള രീതിശാസ്ത്രമോ ഒക്കെ ആയ വ്യത്യാസം കൊണ്ടാണ് വൈവിധ്യങ്ങൾ ഉണ്ടായത്. വിവിധ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇസ്ലാമിലെ സംഘടനകൾ അത് ഒരു സങ്കുചിതത്വത്തിന് വേണ്ടിയുള്ളതല്ല. ഒരാൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്താൽ ചെയ്യാൻ കഴിയുന്നതിൻ്റെ എത്രയോ ഇരട്ടി ചെയ്യാൻ കഴിയും രണ്ടാളുകളുണ്ടെങ്കിൽ. അതിലും എത്രയോ ഇരട്ടി സാധിക്കും മൂന്നാളുകളുണ്ടെങ്കിൽ, 10 ആളുകളുണ്ടെങ്കിൽ. നമുക്കറിയാം, ഇപ്പം ഇവിടെ തന്നെ ഇങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസിൽ ഇത്രയധികം ആളുകൾ ഇവിടെ എത്തിയത് നമുക്കൊരു സംഘടിത രൂപമുള്ളത് കൊണ്ടാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് സംഘടനയ്ക്ക് അതൊരു ജാതീയതയുടെ രൂപം നൽകിയാൽ വമ്പിച്ച നിലക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് നാട്ടിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം കാണണം. ആരും ഒറ്റക്കല്ല. മനുഷ്യൻ സാമൂഹിക ജീവിയാണ് എന്ന് സോഷ്യോളജിയുടെ പിതാവെന്നറിയപ്പെടുന്ന അല്ലാമ ഇബ്നു ഖൽദൂൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞത് അൽ ഇൻസാനു മദനിയും ബി തബഅഹീന, മനുഷ്യൻ അവന്റെ പ്രകൃതിയിൽ ഒരു നാഗരികനാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒറ്റക്കൊരാൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഇനി ഒരാൾ അങ്ങനെ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക, ഞാൻ ഒറ്റക്ക് ജീവിക്കും. അയാൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? അപ്പോൾ അയാൾ ഭക്ഷണം ഞാൻ തന്നെ കൃഷി ചെയ്തുണ്ടാക്കാം, ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും എന്ന് തീരുമാനിച്ചാൽ ഇബ്നു ഖൽദൂൻ പറയുന്നു അതും സാധ്യമല്ല. കൃഷി ചെയ്യണമെങ്കിൽ അയാൾക്ക് കൃഷി ആയുധങ്ങൾ വേണം, അത് വളർത്താനുള്ള സംവിധാനങ്ങൾ വേണം. എന്നിട്ട് അയാൾ ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ അതിന് പാത്രങ്ങൾ വേണം. ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് കുടിക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ അത് അയാളുടെ വായിലെത്തുന്നതിന് മുമ്പ് പണിയെടുക്കണം. അപ്പോൾ ഭക്ഷണത്തിനാണെങ്കിലും പാർപ്പിടത്തിനാണെങ്കിലും വസ്ത്രത്തിനാണെങ്കിലും സുരക്ഷിതത്വത്തിനാണെങ്കിലും നമുക്ക് ഒരു സംഘം ആവശ്യമാണ്. അത് സ്വാഭാവികമായി മനുഷ്യന് ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഒന്നിലധികം ആളുകൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ഓരോരുത്തരും ഓരോ ബുദ്ധിയുള്ളവരാണ്, ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങളുള്ളവരാണ്, ഓരോ തരത്തിലുള്ള അഭിപ്രായങ്ങളുള്ളവരാണ്. അപ്പോൾ ഈ ആളുകളെല്ലാം കൂടി ഒരു പ്രദേശത്ത് ജീവിക്കണം. ഒരു പ്രദേശത്ത് മാത്രമല്ല, ഒരു വീട്ടിൽ പോലും. ഇപ്പോൾ കുടുംബാന്തരീക്ഷം സമാധാനപരമാവാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ കേരളം ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്യാമ്പയിൻ ഫാമിലി മീറ്റുകളായിരുന്നു. എല്ലാ ശാഖകളിലും മുതിർന്നവരും ചെറിയവരും സ്ത്രീകളും പുരുഷന്മാരും കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ കുടുംബാന്തരീക്ഷം സമാധാനപരമാക്കാം എന്നത് അതിൽ റിസർച്ച് ചെയ്ത് പഠനം നടത്തിയ ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരുന്നു ആ ക്യാമ്പയിൻ്റെ പ്രസംഗങ്ങൾ. എന്തെല്ലാം ശ്രദ്ധിക്കണം, എന്തെല്ലാം നാം കരുതണം, എങ്ങനെ പെരുമാറണം, മക്കളോട് എങ്ങനെ നമ്മുടെ ബന്ധം, മുതിർന്നവരെങ്ങനെ നോക്കണം, ഇങ്ങനെ എല്ലാ അയൽവാസികളുമായുള്ള ബന്ധമൊക്കെ. ഞാൻ പറഞ്ഞു വന്നത്, ആരും ഒറ്റക്ക് ഞാൻ എൻ്റെ ലോകം എന്ന് പറഞ്ഞ് ജീവിക്കാൻ കഴിയില്ല. ഒരു സംഘം ഉണ്ടാവണം. സംഘമാകുമ്പോൾ ഈ സംഘത്തിലെ ആളുകൾക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉള്ളതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാൻ നമ്മൾ സ്വയം പരിശീലിക്കുകയും വേണം. ഇപ്പോൾ സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ പ്രദേശം, ഇത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ സ്ഥലങ്ങളാണല്ലോ.
അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ പ്രശ്നം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നം. ഇതിൽ നമ്മുടെ സമീപനം എന്താ? ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം നോക്കിയാൽ അറിയാം, രാജ്യത്തിൻ്റെ ഒരാവശ്യത്തിന് നമ്മൾ രാജ്യത്തിൻ്റെ കൂടെയാണ്, സമുദായത്തിൻ്റെ ഒരാവശ്യത്തിന് നമ്മൾ സമുദായത്തിൻ്റെ കൂടെയാണ്. അതുകൊണ്ടാണല്ലോ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ പണ്ഡിത സഭയായ കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഈ സംഘടന 1924 രൂപീകരിച്ചപ്പോൾ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വക്കം മൗലവി സാഹിബാണ്. ആ വക്കം മൗലവി സാഹിബിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന പഠനങ്ങളിൽ പറയുന്നത് അദ്ദേഹം വലിയൊരു പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിരുന്ന ആളാണ്. അദ്ദേഹം പത്രാധിപരായിരുന്നു. അങ്ങനെ സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങളിൽ സമൂഹത്തിൻ്റെ കൂടെയാണ് നമ്മുടെ പൂർവികരായ നേതാക്കന്മാർ ഉണ്ടായിരുന്നത്. ഈ മൊയ്തു മൗലവി സാഹിബ് അന്നത്തെ ഈ ജമിയത്തുൽ ഉലമയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ആളാണ്. മൊയ്തു മൗലവി സാഹിബിനെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കൂടുതൽ അറിയുക അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്ന ആൾ എന്ന നിലക്കാണ്. അപ്പോൾ നമ്മുടെ ചരിത്രവും പാരമ്പര്യവും നോക്കിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ കൂടെ എന്നാണ്. നമുക്കറിയാം 2 ദിവസം മുമ്പ് ഉണ്ടായിട്ടുള്ള സ്ഫോടനം ഡൽഹിയിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അതിനെ അപലപിച്ചു എന്ന് മാത്രമല്ല, കുറ്റവാളികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പൊട്ടിത്തെറിച്ച് മരിച്ചു കഴിഞ്ഞ ആളുകളിൽ കുറ്റവാളികളെ ഇനി ലഭ്യമല്ല. പക്ഷെ അതിൻ്റെ പുറകിൽ ആരാണ് എന്ന് നോക്കണം. അസമാധാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ എല്ലാവരും ശ്രദ്ധയുണ്ടാകണം, രാജ്യത്തിൻ്റെ കൂടെ ആയിരിക്കണം എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നാട്ടിൽ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും പ്രവാസ ലോകത്തുള്ള നിങ്ങളും പ്രത്യേകിച്ച് ഇസ്ലാഹി സെന്റർ ഈ നടപടിയെ അപലപിക്കുകയും ചെയ്യണം. കാരണം നമ്മൾ രാജ്യത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തിൻ്റെ കൂടെയാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ കൂടെയാണ് എന്നതാണ്. സമൂഹത്തിൽ ഇന്ന് ആളുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വിഭാഗീയതയാണ്, സ്പർദ്ധയുണ്ടാക്കാനുള്ള ചില ആളുകളുടെ ശ്രമം ആളുകൾക്ക് തമ്മിലുള്ള ബന്ധങ്ങൾ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അവിടെയും നമുക്ക് നമ്മുടേതായ ഒരു നിലപാടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വർഗീയതക്കെതിരെയാണ് നാം നിലനിൽക്കുന്നത്. പല ജാതി, പല മതങ്ങൾ, പല സംസ്കാരങ്ങൾ, പല ഭാഷകളുള്ള ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നാം മുസ്ലിങ്ങളാണ്, നാം മുജാഹിദുകളാണ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ്, നവോത്ഥാന സംരംഭമാണ്, ഒക്കെയാണ്. എന്നാൽ നമ്മൾ വർഗീയതക്കെതിരാണ്, അന്യമത വിദ്വേഷത്തിനെതിരാണ്, ആളുകൾക്കിടയിൽ വിഭാഗീയത പരത്തുന്നവർക്കെതിരാണ് നമ്മൾ എന്നതും നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ പ്രവാസ ലോകത്തുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ആളുകൾ പ്രവാസ ലോകത്തേക്ക് വന്നിട്ടുള്ളത് ആസ്വാദനത്തിന് വേണ്ടി, വിനോദത്തിന് വേണ്ടി അല്ലല്ലോ. ആദ്യകാലത്ത് വന്ന ആളുകൾ, എനിക്കറിയാം ചില ആളുകൾ ആദ്യകാലത്ത് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് വളരെ കഷ്ടപ്പെട്ടാണ്. പാസ്പോർട്ടോ വിസയോ ഒന്നുമില്ലാത്ത കാലത്ത് ലോഞ്ചുകളിൽ കയറി ഇവിടെ എത്തിച്ചേർന്ന ആളുകളുണ്ട്. അന്ന് ഇപ്പോൾ UAE ഭാഗമായ കോർഫുഖാൻ പ്രദേശത്തൊക്കെയാണ് അവർ കൊണ്ടുവന്ന് ഇറക്കിയിരുന്നത്. ചില ആളുകളെ കറാച്ചിയിലും മറ്റും കൊണ്ടുപോയി ഇറക്കി, ഇതാണ് ദുബായ് എന്ന് പറഞ്ഞ് നീന്തിക്കൊള്ളാൻ പറഞ്ഞ ആളുകളൊക്കെ പിന്നെ എങ്ങനെയോ ഈ ഗൾഫ് പ്രദേശത്ത് എത്തിപ്പെട്ടവരുണ്ട്. വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ച് ജീവിച്ചിട്ട് അന്ന് ഈ രാജ്യവുമായി ബന്ധപ്പെടാനൊന്നുമില്ല, ടെലക്സ് ഇല്ല, ഫാക്സ് ഇല്ല, ഇപ്പോഴത്തെ മൊബൈൽ ഫോണില്ല. ആകെ എന്നെങ്കിലും ലഭിക്കുന്ന, ഒരു മാസമൊക്കെ കാത്തിരുന്ന് ലഭിക്കുന്ന കത്തുകളാണ് അവിടെ നാട്ടിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇവിടെ മനസ്സിലാക്കാനുമുള്ള അവസ്ഥ. മെനയാന്ന് ഷാർജയിലെ ബുക്ക് ഫെയറിൽ ഒരു പുസ്തക പ്രകാശനം ചെയ്തപ്പോൾ അവിടെ പ്രവാസ ലോകത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കവിതകൾ അതായിരുന്നു പുസ്തകം. അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സാഹിത്യകാരൻ പറഞ്ഞു, പ്രവാസ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് ബോംബെയിൽ പോയി കെട്ടിക്കിടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നെങ്കിലും ആരെങ്കിലും വന്ന് ബോംബെയിൽ നിന്ന് ഇന്നൊരു കപ്പൽ പോകുന്നുണ്ട്, അതിൽ കുറച്ച് ആളെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോകുന്നത്. അന്ന് അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ ഒരു ജോലി എന്തായിരുന്നു എന്ന് വെച്ചാൽ ബോംബെയിൽ കെട്ടിക്കിടക്കുന്ന ആളുകൾക്ക് നാട്ടിൽ നിന്ന് അയക്കുന്ന കത്തുകൾ വായിച്ചു കൊടുക്കുക. എന്തിനാ കത്ത് വായിച്ചു കൊടുക്കാൻ ആള്?
എന്ന് പറഞ്ഞാൽ പ്രവാസ ലോകത്തേക്ക് വരുന്ന നമ്മുടെ കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു എന്ന്. ആരുടെ കത്താണ് വായിച്ചു കൊടുക്കുന്നത്? അവിടെ നിന്ന് ഇവരെ വാപ്പയോ ഉമ്മയോ ഭാര്യയോ ഒക്കെ പറഞ്ഞു കൊടുത്ത ആശയം അവിടുത്തെ ഏതെങ്കിലും സ്കൂൾ മാഷ്മാരൊക്കെ എഴുതിയിട്ട് അത് ബോംബെയിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് ഇവർ 2-3 ആളുകൾ കത്ത് വായിക്കുന്ന, ഇപ്പൊ ഈ സർവീസ് സെന്റർ പോലെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് കത്ത് വായിച്ചു കൊടുക്കും. ആ കത്ത് വായിച്ചു കൊടുക്കുമ്പോൾ കത്തിലെ വാചകങ്ങൾ, അതിലുള്ള വികാരങ്ങൾ, വേദനകൾ, അത് വായിക്കുമ്പോൾ വായിക്കുന്ന ഞങ്ങൾ പോലും കരയാറുണ്ടായിരുന്നു. അത്ര കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് 60 കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ ഈ പ്രദേശങ്ങളിലേക്ക് വന്ന മനുഷ്യർ അവരുടെ അടുത്ത തലമുറ വിദ്യാഭ്യാസമുള്ളവരായി, അവരുടെ അടുത്ത തലമുറ വളരെ ഉന്നതിയിലെത്തി. അത് കാണുമ്പോൾ ആ സന്തോഷം മാത്രമാണ് പ്രവാസ ലോകത്തേക്ക് വന്ന നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാസ ലോകം ഒരു വലിയ നിയമത്തായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇങ്ങനെയുള്ള സെന്ററുകളുമായി ബന്ധപ്പെട്ട ആളുകൾ അതിനുശേഷം ഖുർആൻ ഓതാൻ പഠിച്ചവരുണ്ട്. നാട്ടിൽ നിന്ന് അതിന് സൗകര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ദീൻ ഉൾക്കൊണ്ടവരുണ്ട്, ദീനിന്റെ പ്രചാരകരായി തീർന്നവരുണ്ട്. നാട്ടിലായിരുന്നപ്പോൾ അതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. മദ്രസയിൽ 4-5 കൊല്ലം പോയിരുന്നു. ആ സംവിധാനമുള്ള സ്ഥലത്ത്, അല്ലാത്തടത്ത് അതും ഉണ്ടായിരുന്നില്ല. അതാണ് പ്രവാസ ലോകത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യമെന്നാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. മറ്റൊന്ന്, ഇവിടെ വന്ന് ആളുകൾ വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമൊക്കെ പണം സമ്പാദിച്ച് ആ പണം സ്വന്തം കുടുംബത്തിനും സ്വന്തം ആളുകൾക്കും വേണ്ടി ചെലവഴിക്കുന്നതോടൊപ്പം വലിയ നിലക്ക് ദീനിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി ചെലവഴിക്കുന്നതിലും മലയാളികളായ പ്രവാസികൾ വളരെ മുമ്പിലാണ്. മറ്റു പ്രദേശത്തെക്കാൾ ഏറെ മുമ്പിലുള്ളത് നമ്മൾ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത് നമുക്കൊരു പ്രസ്ഥാനമുള്ളത് കൊണ്ടും KNM വളരെ നേരത്തെ തന്നെ ഇതുപോലെ ഈ പ്രവാസ ലോകത്ത് ഇസ്ലാഹി സെന്ററുകൾ സ്ഥാപിച്ചതുകൊണ്ടുമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നിപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയും ഉത്കണ്ഠയും ഉള്ളത് നാട്ടിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന SIR-മായി ബന്ധപ്പെട്ടാണ്. അത് സംബന്ധമായി ചില വാക്കുകൾ, ചില കാര്യങ്ങൾ പ്രവാസികളോട് പറയാനുണ്ട്. കാരണം സാധാരണ പോലെ ഒരു വോട്ടർ ലിസ്റ്റ് പുതുക്കുകയല്ല ഇത് എന്ന് അതിൻ്റെ നിബന്ധനകളും അതിൻ്റെ രീതികളും അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വളരെ കൃത്യമായി എല്ലാവർക്കും വോട്ടുണ്ടാവണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കൂട്ടത്തിൽ വിവരമുണ്ട് എന്ന് തോന്നുന്ന ചില ആളുകൾ പറയും, ആര് ഭരിച്ചാലും കണക്കാണ്, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും LDF ആയാലും UDF ആയാലും എല്ലാവരും കണക്ക് തന്നെയാണ്, ഞാൻ വോട്ട് ചെയ്യലില്ല, എനിക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, വോട്ടർ ലിസ്റ്റ് പേരും വേണ്ടാൻ. അത് കഴിഞ്ഞു ആ കാലം. ഇനി വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണോ നമ്മൾ വോട്ടർ ലിസ്റ്റിൽ പേര് വരുത്തേണ്ടത്, അത് ഇപ്പോൾ മുതൽക്ക് ഡിസംബർ 6 മുമ്പായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരു ഘട്ടത്തിൽ എത്തിക്കേണ്ടതുണ്ട്. അത് പ്രവാസികൾ എങ്ങനെ ചെയ്യണം എന്നതിനൊക്കെ നിർദ്ദേശങ്ങളുണ്ട്. നാട്ടിലുള്ളവരെങ്ങനെ ചെയ്യണമെന്നുണ്ട്. 2002 പേരുള്ള ആളുകൾക്ക് എങ്ങനെയെന്നുണ്ട്. 2020 ശേഷമുള്ളവരെ പറയുന്നുണ്ട്. 2025 നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ സിമ്പിളാണ് സംഗതി. ആരും ഉത്കണ്ഠപ്പെടുകയോ അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുകയോ ചെയ്യില്ല. പക്ഷെ സമയത്തിന് നമ്മളത് ചെയ്യണം എന്നുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നാട്ടിൽ നമ്മൾ നല്ല ബോധവൽക്കരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ എല്ലാ മതസംഘടനകളും സാംസ്കാരിക രംഗത്തുള്ളവരും ആ രംഗത്ത് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ടൈം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾ അതിൽ വളരെ ഗൗരവപൂർവ്വം അത് ശ്രദ്ധിക്കണം. എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് പലപ്പോഴും ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ ചില കളികളാണ് എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുനിന്നിരുന്ന ഒരു അവസ്ഥയുണ്ട്. ആരും വിട്ടുപോവാതെ എല്ലാവരും ഈ ഇലക്ടർ റോളിൽ അല്ലെങ്കിൽ ഈ വോട്ടർ ലിസ്റ്റിൽ നമ്മളെല്ലാവരും ഉണ്ടാവാനും നിങ്ങൾ പ്രവാസികൾ വളരെ ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഇന്ന് നാം കാണുന്ന വലിയ ഒരു പ്രയാസം മതരംഗത്ത് കാണുന്ന ഒരു പ്രയാസം, നമ്മൾ മാറാത്ത ഒരു ആദർശമാണ് നമുക്കുള്ളത്.
കാരണം വിശുദ്ധ ഖുർആൻ മാറ്റാൻ കഴിയില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മാറ്റാൻ കഴിയില്ല, നമ്മുടെ അഖീദ വിശ്വാസം അത് മാറ്റാൻ കഴിയില്ല. എല്ലാം റെക്കോർഡാണ്, അതനുസരിച്ച് നമ്മൾ പോവുകയും ചെയ്യണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. ഖുർആനും സുന്നത്തും ഇത് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത് നമുക്ക് നിർബന്ധമാണ്. പക്ഷേ കാലം മാറുമ്പോഴുണ്ടാകുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മാറിയ കാലത്തെ ഉത്തരവും ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ പറയാം, നമ്മൾ മദ്രസയെ പഠിപ്പിച്ചു എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്, എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്. അത് നമ്മൾ പഠിച്ചു, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു പുതിയ ചോദ്യം വരുന്നു, എന്തിനാണ് നമസ്കരിക്കുന്നത്, എന്തിനാണ് നോമ്പെടുക്കുന്നത്, എന്തിനാണ് ഖുർആൻ ഓതുന്നത്? അങ്ങനെ ചോദ്യം വരുമ്പോൾ അതിന് മറുപടി ആവശ്യമല്ലേ? ആ മറുപടി എങ്ങോട്ടാ എത്തുന്നത്? ആ മറുപടി ചോദിക്കുന്ന പുതിയ തലമുറക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലാവണം. ഇപ്പൊ യുക്തിവാദികളായ ആളുകള് ഇപ്പോ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നത് യുക്തിവാദം എന്ന പേരിലല്ല. അവര് വരുന്നത് സയന്റിഫിക് തിങ്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ലിബറലിസം എന്ന് പറഞ്ഞുകൊണ്ട്, ഫെമിനിസം എന്ന് പറഞ്ഞുകൊണ്ട്, സ്വതന്ത്ര ചിന്തകർ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ, ഫ്രീ തിങ്കേഴ്സ് അങ്ങനെ പറയുമ്പോഴേ, ഇപ്പോ ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന ഒരു ക്ലാസ്, സ്വതന്ത്ര ചിന്ത, സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ പറയുമ്പോൾ അതിൽ താല്പര്യം ഉണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ ക്ലാസുകൾ കേൾക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? പണ്ട് യുക്തിവാദികൾ 70കളിൽ 80കളിലൊക്കെ യുക്തിവാദികൾ ചർച്ച ചെയ്തിരുന്ന വിഷയം എന്താ? ഈ പ്രപഞ്ചം ആരെങ്കിലും സൃഷ്ടിച്ചതാണോ അല്ല സ്വയംഭൂവാണോ? ഇപ്പോ കെ ഉമർ മൗലവിയുടെയും ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെയും ഒക്കെ ലേഖനങ്ങളും പ്രസംഗങ്ങളും അന്നത്തെ യുക്തിവാദി നേതാക്കന്മാരായ ഇടമറുക്, AT കോവൂര്, PC കടലുണ്ടി, അങ്ങനെ കുറഞ്ഞ ആളുകളുണ്ടായിരുന്നു. ഈ ആളുകളൊക്കെ അന്ന് പറഞ്ഞിരുന്ന കാര്യം പ്രപഞ്ചം സ്വയംഭൂവാണെന്ന്. അന്ന് നമ്മുടെ പണ്ഡിതന്മാർ സ്വയംഭൂ അല്ല, ഒരു സ്വയംഭൂവായ സാധനത്തിൽ തനിയെ ഉണ്ടാവുക എന്നൊരു സംഭവം ഉണ്ടാവുമോ? അതിനുണ്ടായി വിചാരിക്കും. എന്നാൽ അതിന് ഈ കൃത്യതയും ഇത്ര ഭദ്രതയും ശാസ്ത്രീയമായ ഒരു രീതിയും ഉണ്ടാകും. ഇപ്പൊ മനുഷ്യന്റെ ബ്രെയിൻ, ഹാർട്ട്, ലിവർ, മനുഷ്യന്റെ ശരീരത്തിലെ രക്തചംക്രമണം, ഇതൊക്കെ എങ്ങനെങ്കിലും അല്ലല്ലോ, അതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ടല്ലോ. സൂര്യൻ, ചന്ദ്രൻ, അതിന്റെ ചലനങ്ങൾ, ഋതുഭേദങ്ങൾ, എന്തു പറഞ്ഞാലും അതിലൊരു കൃത്യത, സങ്കീർണമായ രൂപം. ഇതെങ്ങനെ ഉണ്ടാകുമെന്ന ചോദ്യം യുക്തിവാദികൾ അന്ന് പരാജയപ്പെട്ടതാണ്. ഉത്തരം പറയാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ യുക്തിവാദികൾ ആ വിഷയം വിട്ടു. ഇന്നത്തെ യുക്തിവാദികൾ അള്ളാഹുവിനെ കളിയാക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധക്കൊതിയനാണെന്ന് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീലംബരനാണെന്ന് പറയാം. എന്നിട്ട് ഖുർആനിൽ എവിടെയെങ്കിലും വന്നിട്ടുള്ള പല പരാമർശങ്ങളും എടുത്തിട്ട് ഖുർആൻ അക്രമം, കാഫറിനെ കൊല്ലാൻ പറയുന്നു, ജിഹാദ്, ലവ് ജിഹാദ്, ഇങ്ങനെ നാശമാക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നു. ഇവിടെയാണ് നമ്മുടെ ബാധ്യത നിർവഹിക്കാനുള്ളത്. നമുക്ക് ഇവരോട് പറയാനുള്ളത്, നമുക്ക് എന്താ ഒരു 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 സ്വതന്ത്ര ചിന്തകനായ ഒരാളോട് പറയാനുള്ളത് എങ്ങനെ ഉളു എടുക്കണം, എങ്ങനെ തല തടവണമെന്നോ അല്ലല്ലോ. അയാളോട് നമുക്ക് പറയാനുള്ള ഇതാണ്, ഈ പ്രപഞ്ചത്തിന് ഒരു നാഥൻ ഉണ്ടോ ഇല്ലേ? ഒരു സൃഷ്ടാവില്ല എങ്കിൽ ഇത്ര കൃത്യവും ഭദ്രവുമായ നിലക്ക് ഉണ്ടാകുമോ? അത് കുറെ ആളുകളുണ്ട്. ഇപ്പോ ഒരു സൃഷ്ടാവ് വേണം, പക്ഷെ എന്തിനാ ഈ ദൈവത്തിന് നമ്മുടെ ആരാധന? അതുകൊണ്ട് തന്നെ ഒരു സ്പിരിച്വാലിറ്റി വിത്തൗട്ട് റിലീജിയൻ, അങ്ങനെ ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്. സ്പിരിച്വാലിറ്റി വേണം, പഠിച്ചവനൊക്കെ ഉണ്ട്, നമുക്ക് പഠിച്ചവനെ സ്നേഹിക്കണം. ഈ സൂഫിസത്തിന്റെ ഒക്കെ പുതിയ വരവ് അങ്ങനെയാണ്. ഇത് പഴയ സൂഫിസം അല്ല, സൂഫിയ വര്യന്മാർ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇബാദത്തൊക്കെ ചെയ്ത് കൂടുതൽ ആ രീതിയിലായിരുന്നു. ഇപ്പോൾ വരുന്ന സൂഫിസം അങ്ങനെയല്ല, അള്ളാഹുവിനെ സ്നേഹിച്ചാൽ മതി, വേറെ യാതൊന്നും വേണ്ട എന്ന. അള്ളാഹിന്റെ ശിക്ഷയെ ഭയപ്പെട്ടിട്ടല്ല, അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അള്ളാഹുവിനെ സ്നേഹിച്ച് കഴിയുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നാം മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഒരു സ്റ്റേജ്, ഒരു സൃഷ്ടാവുണ്ടോ ഇല്ലയോ എന്നിടത്ത് സൃഷ്ടാവ് ഉണ്ട് എന്നാണെങ്കിൽ ആ സൃഷ്ടാവ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ള
നിർദ്ദേശങ്ങൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, ഖുർആൻ, ഹദീസ്, അത് ദൈവികമാണോ എന്നത് നമ്മൾ പഠിക്കണ്ടേ? ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ ആ സൃഷ്ടാവ് നമ്മോട് എന്തോ പറഞ്ഞിട്ടുണ്ടോ, നമ്മൾക്ക് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? ആ പഠനമാണ് ഖുർആൻ പഠിക്കാനുള്ള പ്രേരണ. ഖുർആനിലെ കാര്യങ്ങൾ പഠിച്ചു നോക്കിയാൽ അതിൽ പറഞ്ഞ പ്രധാന വിഷയങ്ങളായിട്ടുള്ള വിശ്വാസകാര്യങ്ങൾ, കർമാനുഷ്ഠാനങ്ങൾ, സ്വഭാവ മര്യാദകൾ, സാമ്പത്തിക ഇടപാടുകൾ, ഭരണ നിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതെല്ലാം ഇന്ന് ഏറ്റവും ആധുനികമായി സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ നിയമങ്ങളെക്കാളും മെച്ചപ്പെട്ടതാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ്? അങ്ങനെ ഒന്നന്ന് മുഹമ്മദ്, ഒരു നിരക്ഷരനായ ഒരു മുഹമ്മദ്, പല അറബികളെയും കൂട്ടത്തിലെ ഒരു പയ്യൻ എന്നൊക്കെ ഇവർ പറയുന്നത് ആണെങ്കിൽ അവിടെ വേറെ ആളുകളിലായിരുന്നു. വേറെ അറബികൾ ഇപ്പോഴും ഉണ്ടല്ലോ, അവർക്ക് എന്താ ഉണ്ടായിക്കൂടെ? ഖുർആൻ വെല്ലുവിളിച്ചല്ലോ, ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്ക് സംശയമുണ്ടോ അല്ലാഹു തആല തന്റെ അടിമക്ക് ഇറക്കി കൊടുത്ത ഈ ഗ്രന്ഥത്തിൽ, എങ്കിൽ നിങ്ങളും ഇതുപോലൊന്നും ഉണ്ടാക്കൂ, ഒരു സൂറത്തെങ്കിലും, ഒരു ആയത്തെങ്കിലും നിങ്ങളും ഉണ്ടാക്കൂ എന്ന് പറയുമ്പോ അങ്ങനൊന്നും ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാൻ നോക്കി. അന്നു മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് പ്രചരിച്ച കാലത്ത് തന്നെ അന്നത്തെ സാഹിത്യ സാമ്രാട്ടുകളായ ആളുകളുടെ അടുത്ത് പോയി അന്നത്തെ അറബികൾ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് കൊണ്ടുവരുന്ന ഈ ഗ്രന്ഥം അല്ലെങ്കിൽ ഈ ആയത്തുകള് അത് കേട്ട് ആളുകൾ അതിലേക്ക് കൂടുകയാണ്. നമ്മുടെ മക്കൾ അതിൽ പെടുകയാണ്, നമ്മുടെ സ്ത്രീകൾ അതിൽ പെടുകയാണ്. അപ്പൊ ഇതിന് തുല്യമായി വേറൊന്ന് എഴുതിയുണ്ടാക്കണം എന്ന് ഏൽപ്പിച്ചിട്ട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ കഴിയാതെ പരാജയപ്പെട്ടതാണ്. ഇപ്പൊ നമുക്കിപ്പോഴും പറയാലോ, ഖുർആൻ വിമർശകരുണ്ട്, യുക്തിവാദികളും ദൈവനിഷേധികളും ഒക്കെ ആയ ഖുർആൻ വിമർശകർ. അവരെല്ലാവരും കൂടിയിട്ട് എല്ലാവർക്കും പറ്റിയ ഒരു നിയമ പുസ്തകം അവരെഴുതിണ്ടാക്കിയിട്ടില്ലല്ലോ. എന്താ അതിന്റെ കാരണം എന്നറിയാം? അങ്ങനെ ഒരു വ്യവസ്ഥ വേണമെന്ന് എല്ലാ യുക്തിവാദികൾക്കും അഭിപ്രായമില്ല. ഇപ്പൊ കുടുംബം വേണമോ? ഇസ്ലാമികമായി കുടുംബം വേണം, വിവാഹം വേണം, ഇണകൾ തമ്മിലുള്ള കാര്യങ്ങൾക്ക് നിയമങ്ങൾ വേണം. ഏതെങ്കിലും ഒരു പുരുഷൻ ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ഏതെങ്കിലും സമയങ്ങളിൽ ബന്ധപ്പെട്ട് ജീവിച്ചു പോവുക എന്നത് തെറ്റാണ് ഇസ്ലാമികമായിട്ട്. എന്നാൽ ദൈവനിഷേധികളുടെ അഭിപ്രായത്തിൽ വിവാഹം വേണോ? വിവാഹം വേണ്ട എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറഞ്ഞവരോട് പിന്നെ മനുഷ്യന്റെ ജന്മനായുള്ള ജൈവശാസ്ത്രപരമായ ആവശ്യങ്ങൾക്ക് എന്തു ചെയ്യും? സ്ത്രീ ആയാലും പുരുഷനായാലും. അതിന്റെ മറുപടി, അതിനെന്തിനാ വിവാഹം? ലിവിങ് ടുഗദർ പോലെ. അപ്പൊ അടുത്ത ചോദ്യം, അങ്ങനെയാകുമ്പോൾ അതിലുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാർ ആര്? അവരുടെ മക്കൾ ആര്? അതിനെന്താ വ്യവസ്ഥ? അതിന് പറഞ്ഞത് അങ്ങനെ വേണ്ടെന്നാണ്. ഈ ലോകത്ത് കോടിക്കണക്കിന് സ്പീഷീസ്, കോടിക്കണക്കിന് ജീവ വിഭാഗങ്ങൾ ഉള്ളതിൽ വേറെ ഏതെങ്കിലും ജീവികൾ അച്ഛനാരാ അമ്മ ആരാ മക്കളാരാ നോക്കിയല്ലല്ലോ മൃഗങ്ങളും പക്ഷികളും ഒന്നും. അങ്ങനെ മതി എന്നാണ് ഇവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ തികഞ്ഞ അരാജകത്വവും മനുഷ്യത്വരഹിതമായ ഒരു സമൂഹവുമായി തീരും നിയമമില്ലെങ്കിൽ എന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഏറ്റവും ഉന്നതമായതും ഏറ്റവും പുരോഗമനപരമായതും ഏറ്റവും മനുഷ്യോപകാരപ്രദവുമായ ഒരു നിയമമാണ് ഇത് എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ ആ ജീവിതമാണ് യഥാർത്ഥത്തിൽ ദഅവത്ത്. ഇപ്പൊ ദഅവ എന്ന് പറയുന്നത്, ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത്, അത് ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ്. നാം മനസ്സിലാക്കിയ ഒരു വെളിച്ചം ഇരുട്ടിൽ കഴിയുന്നവർക്ക് എത്തിച്ചു കൊടുക്കുക. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാത്തി ഇലന്നൂർ. ആളുകളെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ഇറക്കി തന്നതാണ് ഈ കിതാബ് എന്നാണ്. അപ്പൊ അന്ധകാരങ്ങളുണ്ട്. ഈ അന്ധകാരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് ഖുർആന്റെ പ്രകാശം എത്തിക്കുമ്പോൾ അന്ധകാരം തനിയെ അങ്ങ് പോവുകയും ചെയ്യും. ആ ഒരു ദൗത്യമാണ് ദീനിന്റെ നിർവഹണം. അതിന് വെറും പറയലും പ്രസംഗം ചെയ്യലും മാത്രം ദഅവത്താവില്ല. ദഅവത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ച കാലത്ത് മുസ്ലിങ്ങളിൽ വലിയ പ്രഭാഷകരും വലിയ എഴുത്തുകാരും
അതിനുള്ള സംവിധാനങ്ങളും ഇല്ല. പിന്നെ എങ്ങനെയായിരുന്നു? ജീവിതമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കൂടെ ജീവിച്ച ആളുകൾ ആ ജീവിതത്തിൽ നിന്ന് ഈ ദീനിന്റെ മഹിമ ഉൾക്കൊണ്ടു. ആ സ്വഭാവം, പെരുമാറ്റം, കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കും മലബാർ പ്രദേശത്തേക്ക് ആദ്യമായി വന്നിട്ടുള്ള കച്ചവടക്കാർ, യാത്രാ സംഘങ്ങൾ, അവരാണല്ലോ ദീനിനെ കൊണ്ടുവന്നത്. അതെങ്ങനെ പ്രചരിച്ചു? ഇപ്പൊ നമ്മുടെ നാട്ടിൽ, ഇപ്പം കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഭരണമുണ്ടായിട്ടില്ല. ഏതെങ്കിലും അടുത്ത പ്രദേശത്തെ ഭരണാധികാരികൾ വന്ന് നാട്ടിൽ മതം മാറ്റിയിട്ടില്ല. പണവും കൊണ്ടാരും വന്നിട്ടില്ല. എങ്ങനെയാ ഇസ്ലാം പ്രചരിച്ചത്? ഇസ്ലാം പ്രചരിച്ചത് ഏതാണ്ട് ഇപ്പൊ 30% അടുത്ത് കേരളത്തിൽ മുസ്ലിങ്ങളാണ്. 3 കോടിയിലധികം വരുന്ന ജനങ്ങളിൽ 1 കോടിയോളം വരുന്ന മുസ്ലിങ്ങളുണ്ട്. ഇതെങ്ങനെ ഉണ്ടായതാ? മാലിക് ദീനാറും 12 ആളുകളും വന്നു എന്ന് പറയും. 12 ആളുകൾ വന്ന് അവിടുന്ന് വിവാഹം ചെയ്ത് അവർ പെറ്റുപെരുകിയാൽ എത്ര ആളുകളാകും? 1000 കൊല്ലം കൊണ്ട്, അല്ല 1300 കൊല്ലം കൊണ്ടൊക്കെ ഇത്ര ആളുണ്ടാവുക. അപ്പൊ നമ്മുടെ പൂർവികരായ ആളുകൾ ഇത് സ്വീകരിച്ചതാ. അത് സ്വീകരിക്കാനുണ്ടായിരുന്ന കാരണം എന്താ? അപ്പൊ അന്ന് ആളുകൾക്ക് മലയാളം അറിയില്ലല്ലോ, ഇവിടെ ഉള്ളവർക്ക് അറബിയും അറിയില്ല, അവിടെ നാട്ടിലുള്ള. അപ്പോ അവർ ജീവിതം കൊണ്ടാണ് ആശയവിനിമയം നടത്തിയത്. അവരുടെ സത്യസന്ധത, അവരുടെ വിശ്വാസ്യത, അവരിൽ കാണുന്ന സമത്വം, അവരിലുള്ള തൗഹീദ്, അതായത് എങ്ങനെ ആരാധിക്കണം, എന്തിനെ ആരാധിക്കണം, എങ്ങനെ ദൈവവിശ്വാസം, ഒരു കൃത്യതയില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് അവർ കാണുകയാണ്. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചവൻ, ആ പടച്ചവൻ മാത്രമാണ് ആരാധനക്കർഹൻ. ആ പടച്ചവനെ നേരിട്ട് പ്രാർത്ഥിക്കണം. അതിന് ഇടയാളന്മാർ ആവശ്യമില്ല, അതിന് ഇടയാളന്മാരെ പ്രീതിപ്പെടുത്തേണ്ടതില്ല. പടച്ചവനെ പോലെ കാണുകയും കേൾക്കുകയും സഹായിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന മറ്റൊരു ശക്തിയുമില്ല. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അതാണ് ശരി എന്ന് തോന്നിയിട്ട് വളരെ തൃപ്തിപ്പെട്ടുകൊണ്ട് ഈ വെളിച്ചം സ്വീകരിച്ച ആളുകളാണ്. ആ ഒരു മാതൃക നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ഇന്നത്തെ ഈ രംഗത്തുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഗംഭീരമായി പ്രസംഗിക്കുകയോ മതത്തിന്റെ ചിഹ്നങ്ങൾ എഴുതി വെക്കുകയോ കണ്ടാൽ ഒരു മതത്തിന്റെ ആളാണ് എന്ന വേഷഭൂഷാദികളുമായി നടക്കുകയോ ചെയ്താൽ അത് ദഅവത്താകും അതുകൊണ്ട് മാത്രം എന്ന് നമുക്ക് വിശ്വസിക്കുക സാധ്യമല്ല. ഈ കാലത്ത് നോക്കൂ, നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പറയും ഇസ്ലാമിക സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പീഡനങ്ങളൊക്കെ പറയും, ഒക്കെ ശരി. എന്നാലും നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ വളർച്ചയും ഏറ്റവും കൂടുതൽ അംഗീകാരവുമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മൾ കാണണം. ഇസ്ലാമിൽ ജിഹാദുണ്ട്, ഇസ്ലാമിൽ ബഹുഭാര്യത്വമുണ്ട്, ഇസ്ലാമിൽ തലാഖുണ്ട്, ഇസ്ലാമിനെ മറ്റുള്ളവരെ കൊല്ലാൻ പറയുന്നുണ്ട്, ഇസ്ലാം അങ്ങനെയൊക്കെ പ്രചരിക്കുമ്പോഴും ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും ശാസ്ത്രബോധവും അറിവുമുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കൻ രാജ്യങ്ങളിൽ, അതുപോലെ ജപ്പാൻ, കൊറിയ, ഓസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് ഖുർആനിന്റെ ആദർശമാണ്. അതിൽ തന്നെയും ഒരു അത്ഭുതം എന്താണെന്ന് പറയാം. ഇപ്പൊ അടുത്ത് ഞാനൊരു ലേഖനത്തിൽ വായിച്ചു, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ സ്വീകരിച്ചിട്ടുള്ളത് വനിതകളാണെന്ന്, യുവതികളാണെന്ന്. നമ്മളിങ്ങനെ പറയും സ്ത്രീ വിരുദ്ധമാണ് ഇസ്ലാം, അങ്ങനെയാണ് ആരോപണം, അല്ലെങ്കിൽ സ്ത്രീകൾ 2ാം കിടക്കാരാണ്, അങ്ങനെ. പക്ഷേ ചിന്തിക്കുന്ന, പഠിക്കാൻ കഴിയുന്ന യുവതികൾ അവർ തെരഞ്ഞെടുക്കുന്നത് ഈ ഒരു ആശയമാണ്. അതിലവര് ഒരു സുരക്ഷിതത്വം കാണുകയാണ്, സമാധാനം കാണുകയാണ്. അപ്പോൾ അത്രയും നല്ല ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശാരീരികമായ അക്രമങ്ങളും ഭൗതികമായ പീഡനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആശയപരമായി ഉയർന്നു നിൽക്കുന്നു ഇസ്ലാം എന്നത് ഒരു സത്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമികമായി ഒരു നല്ല കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നോക്കിയാലും ഒരു നല്ല കാലമാണിത്, നല്ല കാലമാണ്. ഇപ്പൊ ഞാൻ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ദാരിദ്ര്യത്തിന്റെ അവസാന കാലം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടുള്ള സുഭിക്ഷതയും എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടായിരുന്നു. ഒരു ഹൈസ്കൂളിൽ പഠിക്കണമെങ്കിൽ 8-10 കിലോമീറ്റർ ദൂരം നടന്നു പോയവരാണ് ആ കാലത്തുണ്ടായിരുന്ന ആളുകൾ. എല്ലാ പഞ്ചായത്തിലും സ്കൂളില്ല. ഒരു
10, 15, 20 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കോളേജിൽ എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടിയാൽ അവിടെ താമസിച്ച് പഠിക്കേണ്ടിയിരുന്നു. കാരണം വാഹന സൗകര്യങ്ങൾ അത്രയില്ല, പണവുമില്ല. അപ്പം ഒരു 2 സെറ്റിലധികം വസ്ത്രങ്ങൾ അന്ന് ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. 3 നേരം ഭക്ഷണം കഴിച്ചിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള വളരെ സാമ്പത്തികമായി കഷ്ടപ്പാടുകൾ നമ്മളെ തൊട്ടു മുമ്പത്തെ തലമുറയിലുണ്ടായിരുന്നു. ഇന്ന് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട്, എല്ലാവർക്കും ആവശ്യത്തിലേറെ ഡ്രസ്സ് ഉണ്ട്, എല്ലാവർക്കും സ്വന്തം വാഹനങ്ങളുണ്ട്, ജോലിയുണ്ട്, ജോലി ചെയ്താൽ നല്ല കൂലിയും കിട്ടുന്നുണ്ട്. അപ്പോൾ നാം കാണണം, നമ്മുടെ സമൂഹത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ നല്ല ഹൈറും ബർക്കത്തും ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. ഇനി നമ്മൾ ഈ നിയമത്തുകൾക്കൊക്കെ നന്ദി കാണിച്ച് നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിച്ച് മുന്നോട്ട് പോയാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. ഈ അടുത്ത ഞായറാഴ്ച 16-ാം തീയതി കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തിന്റെ സമാപനമാണ്. ഒരു വർഷമായി പല പരിപാടി നടക്കുന്നു. 1924 രൂപീകരിച്ച കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാണ് ആ സംഘത്തിന്റെ പേര്. കേരളത്തിലെ ആദ്യത്തെ ഉലമ സംഘടനയാണ്. ആ സംഘടനയുടെ പേര് പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിന്റെ പേരങ്ങനെയാണ്, അതിന്റെ ലെറ്റർ അങ്ങനെയാണ്, അതിന്റെ സീൽ അങ്ങനെയാണ്, അതിന്റെ രജിസ്ട്രേഷൻ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ റസൂലും സഹാബത്തും പഠിപ്പിച്ചു തന്ന നിലക്കുള്ള ദീനിനെ അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുകയാണ്. പുത്തൻ പ്രസ്ഥാനക്കാരല്ല നമ്മെ വഹാബികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും ആളുകൾ. നമ്മൾ അതുമല്ല. നമ്മൾ അതിൻ്റെയും മുമ്പുള്ള, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഖുർആന്റെയും സുന്നത്തിന്റെയും അനുയായികളാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എന്റെ ഇക്കാലത്തുള്ള ആളുകളാണ് ഏറ്റവും ഉത്തമർ, പിന്നെ അടുത്ത കാലത്ത്, പിന്നെ അടുത്ത കാലത്ത്. അതായത് എന്റെ തലമുറ, അടുത്ത തലമുറ, അടുത്ത തലമുറ, എന്റെ നൂറ്റാണ്ട്, അടുത്ത നൂറ്റാണ്ട്, അതിന്റെ അടുത്ത നൂറ്റാണ്ട്. ആ കാലഘട്ടത്തിൽ ആളുകളെ കുറിച്ചാണ് സലഫുസ് സ്വാലിഹുകൾ എന്ന് പറയുന്നത്. അതായത് സച്ചരിതരായ മുൻഗാമികൾ. അപ്പൊ ഈ പറയുന്ന ചിന്താ പ്രസ്ഥാനങ്ങളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും മദ്ഹബുകളും മൻഹജുകളും പലതും വരുന്നതിന്റെ മുമ്പ് ഉള്ള ഇസ്ലാം, അതാണ് യഥാർത്ഥത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇതിന്റെ ദൗത്യം നാം നിർവഹിക്കുമ്പോൾ സമൂഹത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകൾ അവരുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് അത് ശരിയാണ് എന്ന് അവർക്ക് വിശ്വാസമുണ്ട്. അതങ്ങനെ വിശ്വസിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യവുമുണ്ട്. അതേസമയം തന്നെ നാം ഉയർത്തിപ്പിടിക്കുന്ന ഖുർആനും സുന്നത്തും എന്ന സന്ദേശം അവർക്ക് ലഭിക്കുവാനുള്ള വ്യത്യസ്ത വഴികൾ, മാർഗങ്ങൾ നമ്മൾ തുറന്ന് കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഇപ്പോൾ ഒരു രൂപത്തിൽ ഇപ്പോൾ ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായി, പിന്നെ 25 കൊല്ലം കഴിഞ്ഞിട്ടാണ് KNM രൂപീകരിക്കുന്നത്. പിന്നെയുമാണ് ISM-ഉം MSM-ഉം MGM സ്റ്റുഡൻസ് വിങ്ങും ഒക്കെ രൂപീകരിക്കുന്നത്. ഇത് ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. ഇപ്പോൾ പുരുഷന്മാർ ഈ രംഗത്ത് ചെയ്യുന്ന സേവനങ്ങൾ സ്ത്രീകൾക്കിടയിൽ ചെയ്യാൻ സഹോദരിമാർക്ക് സാധിക്കും. അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിക്കൊടുത്താൽ അവർ ചെയ്യും. അതിനാണ് MGM രൂപീകരിച്ചത്. കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ നന്മയുടെ പ്രകാശം എത്തിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയും. അതുകൊണ്ടാണ് അവർക്ക് MSM-ഉം MGM സ്റ്റുഡൻസ് വിങ് ഉണ്ടാക്കി കൊടുത്തത്. ഈ ആദർശ പ്രചാരണ രംഗത്ത് നമ്മുടെ പണ്ഡിതന്മാർക്ക് ആവശ്യമായ സുരക്ഷയും പ്രവർത്തനത്തിൽ ശക്തിയും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ISM ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പ്രവാസ ലോകത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളെയും കൂട്ടിഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അതിനാണ്. ഈ വ്യത്യാസങ്ങളും ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി ചില സംവിധാനങ്ങൾ അതിൽ നമ്മളുണ്ട്. ഇപ്പോൾ വ്യത്യസ്ത മത വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് ബോഡികൾ ഇന്നുണ്ട്. ഡൽഹിയിൽ ഒരു പാർലമെന്റ് ഓഫ് ഓൾ റിലീജിയൻ, സർവധർമ്മ സംസ്ഥാൻ എന്നൊരു സംവിധാനമുണ്ട്. അത് പരേതരായ സ്വാമി അഗ്നിവേശം
മൗലാന വഹീദുദ്ദീൻ ഖാനും അതുപോലുള്ള ആളുകളൊക്കെ സംഘടിപ്പിച്ചതായിരുന്നു. അതിപ്പോഴുമുണ്ട്. അതിൽ നമ്മുടെ ഡൽഹിയിലുള്ള നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നുണ്ട്. 3 വർഷം മുമ്പ് എറണാകുളത്തും കോഴിക്കോട്ടും ഇത്തരത്തിലുള്ള വേദികൾ ഉണ്ടായി. നമ്മുടെ ഗൾഫാർ മുഹമ്മദ് അലി സാഹിബ് ചെയർമാനായി, രാമചന്ദ്രൻ വേണു എന്നറിയപ്പെടുന്ന എറണാകുളം കരയോഗത്തിൻ്റെ സെക്രട്ടറി, അദ്ദേഹം സെക്രട്ടറിയായി, ഒരുപാട് സ്വാമിമാരും ഒരുപാട് ബിഷപ്പുമാരും മുസ്ലിം പണ്ഡിതന്മാരും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം, കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോഓപ്പറേഷൻ എന്നിട്ട് CCC വലിയ പ്രവർത്തനമാണ് ചെയ്യുക. അതിൽ നമ്മൾ നമ്മുടെ പങ്ക് വഹിക്കുന്നുണ്ട്. കോഴിക്കോട്ട് മിഷ് എന്നൊരു സംഘം ഉണ്ട്. അത് മിഷ് എന്നത് മലബാർ ഇനിഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി. അതിൽ PV ചന്ദ്രൻ പ്രസിഡന്റും നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC അഹമ്മദ് സാഹിബ് സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ളൊരു സംവിധാനമാണ്. അവരും മതസൗഹാർദ്ദത്തിന് വേണ്ടി, മനുഷ്യ സൗഹാർദ്ദത്തിന് വേണ്ടി ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ പ്രവർത്തന രീതി അതാണെന്ന്. നമ്മൾ തൗഹീദിന്റെയും സുന്നത്തിന്റെയും പ്രചാരണം, പ്രബോധന പ്രവർത്തനം അത് നമ്മൾ സ്വന്തം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, നന്മയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നമ്മൾ മനുഷ്യരോടൊപ്പമാണ്. ന്യൂനപക്ഷങ്ങളുടെയും മുസ്ലിം സമൂഹത്തിന്റെയും ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ SIR അത് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ പുതിയ വഖഫ് നിയമ ഭേദഗതി ബിൽ, അത് മുഴുവൻ മുസ്ലിം സമൂഹത്തിനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്. ഇത്തരം വിഷയങ്ങളിൽ എല്ലാ മുസ്ലിം സംഘങ്ങളും ഒരുമിച്ച് ചേർന്ന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പോലെ, കേരളത്തിൽ ഉള്ള മുസ്ലിം സംഘടനാ സൗഹൃദ സമിതികൾ പോലെ ഒക്കെയുള്ള സംവിധാനങ്ങളിൽ നമ്മൾ നമ്മുടെ പങ്കാളിത്തം വലിയ നിലക്ക് നിർവഹിക്കുന്നുണ്ട്. ഇപ്പൊ ഈ 15-ാം തീയതി കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് ചേർന്ന് ഇത്തരം വിഷയങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച കോഴിക്കോട്ട് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാം ഒറ്റക്കല്ല, നാം എല്ലാവരോടും കൂടിയാണ്. നാം നമുക്ക് വേണ്ടി മാത്രമല്ല, നാം എല്ലാവർക്കും വേണ്ടിയാണ്. നമ്മൾ നന്നായി എന്ന് മാത്രമല്ല, നാം എല്ലാവർക്കും നന്മ ലഭിക്കണം എന്ന വിശ്വാസമുള്ള ആളുകളാണ്. ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ വെച്ചും നാട്ടിലേക്കും ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണം എന്നുകൂടി സൂചിപ്പിക്കുകയും, നാട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ നേതാക്കളെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനങ്ങളെയും ഓഫീസുകളെയും ഒക്കെ ആയി ബന്ധപ്പെടണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.